ഹായ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മുടെ കേരള ട്രിപ്പ് ഏറ്റവും അടുത്തെത്തിയിട്ടുണ്ട്. ഒരുപാട് നാളുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് ഇന്ന് പോകും നാളെ പോകുന്നൊക്കെ. അപ്പോൾ ഇന്ന് ദിവസം 23 ജൂൺ 23 ഇന്നത്തെ ഡേറ്റ്. രാത്രി ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. ഉടൻ തന്നെ പോവും. ഈ മാസം തന്നെ നമ്മൾ യാത്ര തിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചാനൽ വരും. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ ഇത് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരും കൂടെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാരണമാവും. ചാനൽ കുറച്ചുകൂടെ ഒന്ന് വളരാൻ കാരണമാവും. അപ്പോൾ ഈ നമ്മൾ ഓൾ കേരള ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു എളുപ്പമുള്ള ഒരു പരിപാടി അല്ല സംഭവം. നമ്മൾ കുറേ ദിവസത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും നമ്മൾ എവിടെയൊക്കെ പോകണമെന്നുള്ള ഒരു കറക്റ്റ് രേഖയിൽ എത്തിയിട്ടില്ല. എന്നാലും കുറച്ച് പുറകിലെ ദിവസങ്ങൾ നമ്മളിതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നവംബർ മാസം 2023 നവംബർ മാസം നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഇത്. ഓരോ ദിവസവും പല ദിവസങ്ങളിങ്ങനെ മാറ്റിയാണ് ഇപ്പോൾ ഒരു ഏകദേശം പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് തീരെ എളുപ്പമുള്ളൊരു പരിപാടി അല്ല സംഭവം. നല്ല കഷ്ടപ്പാടുള്ളതും റിസ്ക് ഉള്ളതുമാണ്. നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം, ഒരു ചെറിയൊരു റീലോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാവുള്ളൂ. എന്തായാലും നമ്മൾ ഇതിൻ്റെ പുറകിലോട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കാറ് നന്നാക്കാൻ വേണ്ടിയിട്ട് പോയി. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ, വണ്ടിയുടെ പേപ്പർ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസം ഇതിൻ്റെ പിറകെ നടന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ യാത്രയിൽ പോകുന്നത് ഞാൻ, വൈഫ്, മോനുണ്ട്, എൻ്റെ പപ്പ, അമ്മ. അപ്പോൾ ഇത്രയാണ് നമ്മൾ യാത്രയിൽ ഉള്ളത്. ഇനി ചേട്ടനും ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ ചേട്ടനൊരു കുഞ്ഞു ഉള്ളത് കൊണ്ട് ചേട്ടനും ഫാമിലി നമ്മുടെ തൽക്കാലം ഈ യാത്രയിൽ ഇപ്പോൾ കൂടെയില്ല. എന്തായിരുന്നാലും ഇടയ്ക്ക് അവർ ഒരു ദിവസം നമ്മളോട് ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ കാണിക്കുകയാണ്. ഇനി നമ്മളതിന് അടുത്ത് ദിവസം നമ്മളിനി പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ദിവസം നമ്മളിതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും അതൊക്കെ നമ്മളൊരു വീഡിയോയിലൂടെ കാണിക്കും. അതിനെ തുടർന്ന് പിന്നീട് നമ്മുടെ എപ്പിസോഡുകളായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ദിവസം ബാക്കിലോട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരാം. ഹായ്. ഇന്ന് 15-ാം തീയതി, 5-ാം മാസം 15-ാം തീയതി ആയിട്ടുണ്ട്. നമ്മുടെ ഓൾ കേരള ട്രിപ്പ് നമ്മൾ വിചാരിക്കുന്നത് 20-ാം തീയതി പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്. നമ്മുടെ കയ്യിലൊരു പഴയ ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ നമ്മൾ റെഡിയാക്കി ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല, ഒരു പഴയതാണ്. നമ്മൾ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നമ്മുടെ യാത്രയിൽ ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. കാര്യം, നമ്മൾ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ നവംബർ 2023 നവംബറിൽ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. അതിങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ട് ഇപ്പോൾ 5-ാം മാസം 2024 5-ാം മാസം എത്തി നിൽക്കുകയാണ്. ഈ മാസവും 5-ാം തീയതി പ്ലാൻ ചെയ്തിരുന്നതാണ്, അത് നടന്നില്ല. അടുത്ത 20-ാം തീയതിയാണ് അടുത്ത് നമ്മുടെ ലക്ഷ്യം. അതും 100% എനിക്ക് ഉറപ്പില്ല ഇപ്പോഴും. ഇനി നമുക്ക് ഓട്ടോറിക്ഷയിൽ നടക്കത്തില്ല, പെർമിറ്റിൻ്റെ കാര്യം കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കാറിലാണ് പോകാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ വിചാരിച്ചപ്പോൾ ഒരുപാട് സ്പോൺസറിങ്ങും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതുവരെയും നിലവിൽ ഒരു സ്പോൺസറിങ്ങും വന്നിട്ടില്ല. അപ്പോൾ അതിനുള്ള ക്യാഷ് കണ്ടെത്തണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സും കുറച്ചും കൂടെ ഒക്കെ സെറ്റായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നേനെ. അപ്പോൾ അത് സെറ്റാവും, വഴിയെ സെറ്റാവും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കാറ്
കുറച്ച് പണികൾ, നമ്മൾ ഇത്ര ലോങ് പോകുന്നതുകൊണ്ട് കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. അത് സെറ്റാക്കിയിട്ടില്ല. പിന്നെ നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. റൂട്ട് സെറ്റായിട്ടില്ല. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ വന്നിട്ട് 3-4 ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് മഴയുണ്ട്. അതുകൊണ്ട് നമുക്ക് തീർത്ത് പറയാനൊക്കത്തില്ല. 18-ാം തീയതി മുന്നേയുടെ ബർത്ത്ഡേ ആണ്. അത് കഴിഞ്ഞും 1-2 വർക്കുകളിവിടെ ഉണ്ട്. അത് എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് 20-ാം തീയതി തിരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇനി ഇതിലാർക്കെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തീരുമാനവും മാറ്റേണ്ടി വരും. എന്തായിരുന്നാലും 20-ാം തീയതി എന്നുള്ള രീതിയിൽ ഉറച്ച് പോവുകയാണ്. ഇനി നമുക്കതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സ്റ്റേയുടെ കാര്യങ്ങൾ, പിന്നെ റൂട്ടിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ വഴിയെ കാണാം. മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത ഒരു ദിവസം കൂടെ ആയിട്ടുണ്ട്. ഇന്ന് 16 ആയിട്ടുണ്ട്, രാവിലെയാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ട്രിപ്പിൻ്റെ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിലാണ് പോണത്, എർട്ടിക. അപ്പോൾ ഇതാകുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകാനും ആൾക്കാർക്ക് പോകാനും എല്ലാം സൗകര്യമായിരിക്കും. നമ്മൾ ആട്ടോ ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്, പല കാരണങ്ങളായിട്ട് അത് മാറ്റി വെച്ചു. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഒരു 15-20 ദിവസമാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അപ്പോൾ അത്രയും ദിവസത്തേക്കുള്ള കുറച്ച് കാര്യങ്ങൾ, പണികൾ ചെയ്യാറുണ്ട്, അല്ലാതെ ചില്ലറ പണികൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ വണ്ടിയുടെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒതുക്കുകയാണ്. ചിലപ്പോൾ ഡേറ്റ് ചേഞ്ച് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇതിനെ കൊണ്ടുപോയി പണി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ പോണത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് സൈജു എന്ന് പറയുന്ന പുള്ളിയാണ് നമ്മളെ വണ്ടി നോക്കുന്നത്. ആദ്യം ഒമിനി ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിന് ശേഷം ഒരു ഈക്കോ എടുത്തു. അതിന് ശേഷമാണ് ഈ വണ്ടി എടുക്കുന്നത്. നമ്മുടെ വീട്ടിലെ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് നമ്മൾ വാഹനം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എർട്ടിഗയാണുള്ളത്. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ 1,00,000 കിലോമീറ്ററിലെ കുറച്ച് കാര്യങ്ങൾ സർവീസ് ചെയ്യണം. അപ്പോൾ അത് നമ്മളിതുവരെ ചെയ്തിട്ടില്ല. അതിൻ്റെ ടൈമിംഗ് ചെയിനോ ടൈമിംഗ് ബെൽറ്റോ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ മാറ്റാറുണ്ട്. പിന്നെ നമ്മൾക്ക് ഇത്ര ലോങ് ഓടാൻ വേണ്ടിയിട്ടുള്ള കാര്യം കൂടെ നോക്കണം. ഇത് നെട്രച്ചിറ ജംഗ്ഷനാണ് ഈ കാണുന്നത്. നമ്മളെ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് 16-ാം തീയതി നെട്രച്ചിറ ജംഗ്ഷനാണ്. ഇന്ന് 31-ആണ് ഡേറ്റ്. നമ്മൾ 28-ാം തീയതി പ്ലാൻ ചെയ്തിരുന്നതാണ് നമ്മുടെ കേരള ട്രിപ്പ്. 27-ാം തീയതിയൊക്കെ നല്ല മഴയായിരുന്നു, മഴ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഡേറ്റ് ഷിഫ്റ്റ് ആക്കിയത്. ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ മാറി പോകുന്നു. നമ്മൾ പറഞ്ഞ ദിവസമൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. കാര്യം വേറൊന്നുമല്ല, മഴയുടെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ യാത്ര പിന്നെ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അവസ്ഥ നമുക്ക് കാലവർഷം തുടങ്ങുന്നുള്ള ഭയങ്കരമായിട്ടുള്ള മുന്നറിയിപ്പും ഭയങ്കര മഴയൊക്കെ ആണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പും നമ്മൾ മാറ്റിയത്. അപ്പോൾ ഇന്ന് 31-ആണ്, എൻ്റെ ബർത്ത്ഡേ കൂടെയാണിന്ന്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിൽക്കാനുള്ള സാഹചര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതാണിപ്പോൾ ഇവിടുത്തെ സാഹചര്യം. ഇന്ന് മഴ പെയ്തില്ല. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ അലർട്ടൊന്നും കൊടുത്തിട്ടില്ല. ബാക്കി ജില്ലകളിലാണ് റെഡ് അലർട്ടും യെല്ലോ അലർട്ടും ഒക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്തായിരുന്നാലും ശരിയാണ്, നമ്മുടെ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ നമ്മൾ എന്തായിരുന്നാലും പ്ലാൻ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് മാത്രം നമ്മൾ മാറി നിൽക്കുന്നു. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. ഇവിടെ ഒരു പ്രശ്നം കാണിക്കുന്നില്ല. ഇവിടെ നല്ല ക്ലൈമറ്റാണ്, വെയിലുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ചൂടുമാണ്. ഇന്നലെ വരെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു, എന്നാലും നല്ല ചൂടുമാണ്. ഇപ്പോൾ എന്തായിരുന്നാലും നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ജൂൺ 25-ാം തീയതിയാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. നമുക്ക് മഴ പ്രശ്നം വരില്ല എന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ജൂൺ 25-ാം തീയതി ആയിരിക്കും നമ്മൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അറിയപ്പെടാത്ത സ്ഥലങ്ങളും അതുപോലെ തന്നെ കുറച്ച് കലാകാരന്മാർ അങ്ങനെയൊക്കെ തുടങ്ങി കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തുക. ആരാധനാലയങ്ങൾ, ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ഇല്ലെന്നല്ല, അത് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഭാഗമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ഥലങ്ങൾ നമ്മളെ കൂടെ ഒരുമിച്ച് പോകാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വന്നപ്പോൾ ഈ വീഡിയോയിൽ ഓർമ്മപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എർട്ടിക വണ്ടി പണിയാൻ വേണ്ടി കൊടുത്തതാണ് ലാസ്റ്റ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 20-ാം തീയതി നമ്മൾ ഓൾ കേരള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ സാഹചര്യം ഇന്നിപ്പോൾ 22 ആയിട്ടുണ്ട്. ഇന്ന് 22-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നിലവിലെ സാഹചര്യം ഇതാണ്. ഉണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്, അത്തരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അത് മാത്രവുമല്ല, ഈ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മനസ്സിലായി കാണും. ഞാനിപ്പോൾ എൻ്റെ ലാബിലാണുള്ളത്, എഡിറ്റിംഗ് ലാബിൽ. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ പോകാനുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വരികയാണ്. പക്ഷേ പെട്ടെന്നാണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായത്. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം. ഇപ്പോഴും ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. അപ്പോൾ ടോട്ടല് ഫുള്ള് മഴയാണ്. നമ്മളെ ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലായിട്ട് മഴ പെയ്യുന്നതായിട്ട് അറിയുന്നതുകൊണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ആരോഗ്യം നോക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്കത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്തായിരുന്നാലും വെയിറ്റ് ചെയ്യുകയാണ്. മഴ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. കാരണം ഫാമിലി മുഴുവനായിട്ടാണ് പോകുന്നത്. എല്ലാവരുടെ കാര്യവും നമുക്ക് നോക്കണം. കൊച്ചുണ്ട്. അപ്പോൾ കാലാവസ്ഥ നല്ല വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ദിവസമായിട്ട് പറയുന്നു ഇപ്പം പോകും എന്നൊക്കെ. പക്ഷേ ഇതാണ് കാര്യം. ഇതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഉടനെ നല്ലൊരു കാലാവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ പോവും. പക്ഷേ ഈ സാഹചര്യത്തിൽ പോകാൻ മഴ ആയതുകൊണ്ട് കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. എന്തായിരുന്നാലും വെയിറ്റ് ചെയ്യാം. ഇന്ന് 22-ആണ്, 27-നാണ് ഇനി അടുത്ത് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയൊക്കെ ഒഴിവാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് 27-ാം തീയതി പോകും. ഓക്കെ, അതുവരെ വെയിറ്റിംഗ്. മഴ മുന്നറിയിപ്പ് സാഹചര്യമൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ ബാക്കി ഓൾ കേരളയുടെ പരിപാടികൾ തുടങ്ങി. വണ്ടിയിലുണ്ടായിരുന്ന അറ്റകുറ്റപ്പണികൾ നമ്മൾ വീണ്ടും തീർക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ ഒന്നാമതായിട്ട് നമ്മുടെ ഡിക്കിയുടെ ഡോറ് നമ്മൾ ഓപ്പണായിട്ട് ഇരിക്കത്തില്ലായിരുന്നു. അത് ആദ്യം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയി. നമുക്ക് യാത്രയ്ക്ക് കൂടുതലും സാധനങ്ങളൊക്കെ ഇതുവഴിയായിരിക്കും എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്കത് ആദ്യം ക്ലിയർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു കടയിൽ പോയിട്ട് അത് സെറ്റാക്കി. വണ്ടിയുടെ തന്നെ വൈപ്പർ ബ്ലേഡും അതുപോലുള്ള കാര്യങ്ങൾ, അറ്റകുറ്റപ്പണികൾ അവിടെ തീർത്തു. അതിനുശേഷം നമ്മുടെ സൈജ് ചേട്ടൻ ഇന്നാൾ പണിയത് ആ ചേട്ടൻ തന്നെയാണ്. വണ്ടിക്ക് ഇടയ്ക്ക് പിന്നെ ഒരു പണി വന്നു. കൂളൻ്റ് ഒഴിക്കുന്ന അവിടെ ഒരു ലീക്ക് ഉണ്ടായി. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആ ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു. അതിൻ്റെ പണികളൊക്കെ നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടോ എന്ന് നമ്മൾ പിന്നെ ഫൈനൽ റൗണ്ടായിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. കാരണം ഇത്ര ലോങ് ഓടേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത്രയും ദിവസം കഴിഞ്ഞായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. ലാസ്റ്റ് റൗണ്ടായിട്ടൊന്ന് ഓടിച്ചൊക്കെ നോക്കി വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടാക്സ് ഉണ്ട്. ഇനിയുള്ളത് പൊല്യൂഷൻ്റെ കാര്യമാണ്. പൊല്യൂഷൻ അതിൻ്റെ പേപ്പറും കൂടെ നമുക്ക് എടുക്കണമായിരുന്നു. 1 വർഷത്തേക്കാണ് നമുക്ക് പൊല്യൂഷൻ കിട്ടുക. അപ്പോൾ അതും കൂടെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള നെടുമങ്ങാട് തന്നെ അടുത്തുള്ള ഒരു വാഹന പുക പരിശീലന കേന്ദ്രത്തിൽ പോയിട്ട് അതിൻ്റെ പേപ്പർ നമ്മൾ റെഡിയാക്കി വാങ്ങിച്ചിട്ടുണ്ട്. പപ്പാ എന്താ പരിപാടി? ഓൾ കേരള ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. തുടങ്ങിക്കഴിഞ്ഞു.
ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ ഇപ്പോൾ വണ്ടിയെല്ലാം ഫുള്ള്. ഗ്രേസ് മീഡിയയുടെ പോയി. ഗ്രേസ് മീഡിയ എന്തൊക്കെയായി ഓൾ കേരളയുടെ ഒരുക്കങ്ങൾ? ഏകദേശം പൂർത്തിയായി. ഇപ്പോൾ നമ്മുടെ ക്ലീനിങ് വണ്ടി കഴിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഇന്നലെ വണ്ടിയുടെ ബുക്കും പേപ്പർ പിന്നെ ബാക്കി ടെക്നിക്കൽ പണികൾ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. ഇന്ന് വണ്ടി ഒന്ന് ഫസ്റ്റ് സർവീസ് നമ്മളെ കൈക്ക് തന്നെ ചെയ്യണം. ഇനി അടുത്ത് പോകാൻ നേരത്തെ ഒന്നും കൂടെ കഴുകിയിട്ട് പോവാം. അപ്പോൾ അങ്ങനെ വണ്ടി ക്ലീൻ ചെയ്തു. ഇനി എന്താണ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു? പാക്കിംഗ് കഴിഞ്ഞില്ല, ഫുഡിൻ്റെ കാര്യം കഴിഞ്ഞില്ല. അതൊക്കെ നമുക്ക് ഇന്ന് എന്താണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത്യാവശ്യം ഫസ്റ്റ് സർവീസ് മഴയൊക്കെ പെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് സർവീസ് നടക്കുകയാണ്. ഇവിടെ അഹമൊക്കെ ക്ലീൻ ചെയ്തു. വർക്ക്ഷോപ്പിൽ കൊടുത്തില്ല, അല്ലാതെ നമ്മുടെ കൈ കൊണ്ട് തന്നെ വൃത്തിയാക്കി. ഇതാണോ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ 7 സീറ്റ് വണ്ടിയാണ് കേട്ടോ. 7 സീറ്റ് നമ്മളെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ബാക്കിലത്തെ 2 സീറ്റും ഇത് കമത്തിയിട്ട് നമുക്ക് അത്യാവശ്യത്തിന് ഇവിടെ ഇത്രയും സ്പേസ് തന്നെ മതി. ഇത് തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ ബാക്കിലത്തെ 2 സീറ്റും കമഴ്ത്തിയിട്ടിട്ട് നമ്മുടെ ലഗേജ് ഫുൾ നമ്മൾ കൊണ്ടുകൊണ്ടുന്ന എല്ലാ സാധനവും ഇവിടെ ഇത് കമഴ്ത്തിയിട്ട് ഫുള്ള് ഡിക്കിയായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ നോർമലി വണ്ടി അങ്ങനെയാണ്, ഡിക്കിയായിട്ട് ഉപയോഗിക്കുക, അല്ല സീറ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ 4 പേരേ ഉള്ളൂ, 4 പേര് മോനും, മൊത്തം 5 പേര്. മുന്നേ കളയാൻ പാടില്ലല്ലേ? ഓക്കെ, 5 പേരല്ലേ? 4.5. ഓക്കെ, ചേട്ടൻ പറയുന്നത് 4.5 കേട്ടോ. മുന്നേ ഒന്നായിട്ട് കൂട്ടാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ 4.5. അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യം നമ്മളെല്ലാം നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഫുഡൊക്കെ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്വന്തമായിട്ട് തന്നെ ഫുൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പുറത്തുനിന്ന് ഭയങ്കര ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് പോകാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലഗേജ് കുറച്ച് കൂടുതലായിരിക്കും. അതിന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും വേണമായിരിക്കും. നമുക്ക് വണ്ടിയിൽ സ്റ്റിക്കർ ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ ഇങ്ങനെ നമ്മളെ കേരളത്തിൻ്റെ 14 ജില്ലയുടെ പേര് അടിക്കണമെന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ട് തടസ്സമുള്ളതുകൊണ്ട് സ്റ്റിക്കറിങ്ങും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. ഒരു സ്റ്റിക്കറും അടിച്ചിട്ടില്ല. ബാക്കി ബുക്ക് പേപ്പറും നമ്മൾ പോകാൻ കളയാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്നലെ തന്നെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ സൈഡ് വേറൊന്നുമില്ല. മെക്കാനിക്കൽ പണികളോ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുഡിൻ്റെ കാര്യം, പാക്കിങ്, പിന്നെ 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം. അതൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഫുഡിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ പോകുന്ന വഴിയിലാണ് നമ്മൾ ഫുഡ് പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സമയത്തിൻ്റെ കാര്യങ്ങളൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഒരു കാര്യം നമ്മൾ തയ്യാറാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് യാത്രയിൽ ഉപകാരപ്പെടും. അങ്ങനെ നമ്മൾ മീൻ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാന് ഉണ്ടായിരുന്നു. വൈഫിൻ്റെ അമ്മ മീനച്ചാർ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നെടുമങ്ങാട് ചന്തയിലേക്ക് വന്നു. മീനച്ചാറിന് വേണ്ടിയിട്ടുള്ള ചൂര മീനാണ് ഇതിനു വേണ്ടി വാങ്ങുന്നത്. അതിനുവേണ്ടി ചൂര മീൻ നമ്മൾ വിഴിഞ്ഞത്ത് പോകാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. നമ്മൾ നെടുമങ്ങാട് വന്നതിൻ്റെ കൂട്ടത്തിൽ ചന്തയിൽ കയറിയപ്പോൾ അവിടെ ചൂരമീൻ കണ്ടു. അങ്ങനെ നമ്മൾ കയറി നമുക്ക് ആവശ്യമായിട്ടുള്ള ചൂരമീൻ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. നമുക്ക് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ പോകണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. നമ്മുടെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓൾ കേരള പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. നമുക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥന അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ യാത്രയിൽ കൂടെ വേണം. അപ്പോൾ ഇവരൊക്കെ വലിയ സപ്പോർട്ടാണ്. നമുക്ക് ആവശ്യമുള്ള മീൻ അവിടെ നമുക്ക് കിട്ടി. ഇതിനിടെ കൂടെ തന്നെ നമുക്ക് പിന്നെ വേറൊരു പണി കിട്ടിയത്, എൻ്റെ ഗോപ്രോയുടെ ബാറ്ററി പോയി. അപ്പോൾ അത് ആദ്യം ഞാൻ വിചാരിച്ച് കാർഡായിരിക്കും അതിൻ്റെ പ്രശ്നമെന്ന്. കാർഡല്ല, പിന്നെയാണ് മനസ്സിലാക്കിയത് ബാറ്ററിയാണ് പ്രശ്നമെന്ന്. അപ്പോൾ ബാറ്ററി മാറാൻ വേണ്ടി നമ്മൾ തിരുവനന്തപുരത്ത് ബാബാസിലാണ് നമ്മൾ ക്യാമറ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നത്. തിരുവനന്തപുരത്ത് ബാബാസിലെ ചേട്ടന്മാർ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്ത് തന്നു. നമ്മൾ അവിടെ വെച്ച് തന്നെ ബാറ്ററിയൊക്കെ ഒന്ന് ഇട്ട് ചെക്ക് ചെയ്തു. ബാക്കി ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചേട്ടന്മാർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു ബാറ്ററി അവിടെ നിന്ന് വാങ്ങിച്ചു. അതിൻ്റെ കാര്യവും സെറ്റാക്കി. ഇനി നമ്മൾ കാണുന്നത് നമ്മൾ രാവിലെ വാങ്ങിയ ചൂരമീനും അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നത്. അമ്മ ചൂര അച്ചാറിൻ്റെ പ്രിപ്പറേഷനിലാണ്. നമ്മളിന്ന് ചന്തയിൽ പോയി ചൂരയൊക്കെ വാങ്ങിച്ചു. ഇതായിരിക്കും നമ്മുടെ ഓൾ കേരളയുടെ ഫുഡിൻ്റെ മെയിൻ ഐറ്റം. കാപ്പിക്കായാലും ചോറിനായാലും ഈ മീൻ അച്ചാർ കൂട്ടി കഴിക്കാമെന്നാണ് അമ്മയുടെ നിഗമനം.
സ്നേക്ക് ചായക്കുള്ള സ്നേക്ക്. ഓ സ്നേക്ക് തിന്നുമ്പോൾ കൊള്ളായിരിക്കുമല്ലോ. സ്നാക്സ്. എൻ്റെ അടുത്ത് ഒരേ നിർബന്ധം, എനിക്ക് മുഖം കാണിക്കാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കും ഞാൻ പാചകമൊന്നും ചെയ്യില്ല, പാചകത്തിൽ വീക്കാണെന്ന് വിചാരിക്കും. എങ്ങനെയൊന്ന് വീഡിയോ എടുക്കുന്ന രാഹി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത്. അതുകൊണ്ട് മാത്രമാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇതുവരെ ആയി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമുക്കുള്ളത്. മറക്കണ്ട, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ലിങ്കൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് സ്റ്റാറ്റസൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒന്നെന്നുള്ള ഒരു 2-3 പേരോട് കൂടുതൽ കാണും. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 1100 സബ്സ്ക്രൈബേഴ്സാണ് ആയിട്ടുള്ള നിലവിൽ. നമുക്ക് നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഇത്ര ഉള്ള ആൾക്കാരെ തന്നെ നല്ല രീതിയിൽ കണ്ടാൽ മാത്രമേ നമ്മുടെ ചാനൽ വളരത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് മാറാനും പറ്റത്തുള്ളൂ. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ വരും. ബൈ.